Dear students, last class we have discussed what central tendency is and what arithmetic mean is. This class we can discuss what mode is. Mode is another central tendency and it is defined as the most frequently occurring value in a set of data. Most frequently occurring value. കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ, ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ, ഒരു സെറ്റ് ഓഫ് വാല്യൂസിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു വാല്യൂ, അതിനെയാണ് മോഡ് എന്ന് വിളിക്കുന്നത്. അരിത്മെറ്റിക് മീൻ എന്തായിരുന്നു പറഞ്ഞത്? ഒരു സെറ്റ് ഓഫ് വാല്യൂവിന്റെ ആവറേജ് ആയിരുന്നു. എന്നാൽ ഇത് അങ്ങനെ ഒന്നുമില്ല. ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു വാല്യൂ, ഒരു സെറ്റ് ഓഫ് വാല്യൂ. ഇൻ അതർ വേർഡ്സ്, മോഡ് ഈസ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഫോർ വിച്ച് ദ ഫ്രീക്വൻസി ഈസ് മാക്സിമം. ഏത് വേരിയബിൾ ആണോ കൂടുതൽ ഫ്രീക്വൻസി കാണിക്കുന്നത്, ഏത് വേരിയബിളാണോ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്, ആ വേരിയബിളിന്റെ വാല്യൂവിനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഫോർ വിച്ച് ദ ഫ്രീക്വൻസി ഈസ് മാക്സിമം. ഏത് വേരിയബിളിന്റെ വാല്യൂ ആണോ കൂടുതലായിട്ട് ഫ്രീക്വന്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് മോഡ്. അപ്പം ഇതിനെ നമുക്ക് ക്വിക്ക് എസ്റ്റിമേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. 3 തരം മോഡുകളുണ്ട്. യൂണി മോഡൽ, ബൈ മോഡൽ ആൻഡ് മൾട്ടി മോഡൽ ഡാറ്റകളുണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ ഏറ്റവും കൂടുതലായിട്ട് ഫ്രീക്വന്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വേരിയബിളെ ഉള്ളൂ എങ്കിൽ അത് യൂണി മോഡലാണ്. എന്നാൽ 2 വേരിയബിളിന്റെ വാല്യൂസ് കൂടുതലായിട്ട് ഫ്രീക്വന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബൈ മോഡലാണ്. അതിൽ കൂടുതൽ വേരിയബിളിന്റെ വാല്യൂസ് കൂടുതലായിട്ട് ഫ്രീക്വന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൾട്ടി മോഡലാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് ഷൂസിന്റെ നമ്പേഴ്സ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സൈസ് ഏതാണെന്ന് നോക്കാം. 2 സൈസ് ഉള്ളതുണ്ട്, 4 സൈസ് ഉള്ളതുണ്ട്. ഇതിൽ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാം 6 സൈസ് ഉള്ള ഷൂസിന്റെ വാല്യൂസ്, അല്ലെങ്കിൽ 6 സൈസ് ഉള്ള ഷൂസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ സൈസ് ഓഫ് ദ ഷൂസ് ആണ് വേരിയബിൾ, അതിന് വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഫ്രീക്വന്റ് ചെയ്യപ്പെടുന്ന വാല്യൂ 6 ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഫോർ വിച്ച് ദ ഫ്രീക്വൻസി ഈസ് മാക്സിമം. ഇവിടെ ഏത് വാല്യൂ ഓഫ് ഷൂ സൈസ് ആണ് ഫ്രീക്വൻസി മാക്സിമം ആയിട്ടുള്ളത്? 6. സോ 6 ഈസ് ദ മോഡ് because it is the most commonly occurring or most commonly frequenting value. എക്സാമ്പിൾ 2 നോക്കിയാൽ നമുക്ക് അങ്ങനെ ഫ്രീക്വന്റ് ചെയ്യുന്ന, റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാല്യൂവിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് ഓഫ് വാല്യൂവിൽ മോഡ് ഇല്ല. ദർ ഇസ് നോ മോഡ് ഇൻ ദിസ് സെറ്റ് ഓഫ് വാല്യൂ. ഇനി എങ്ങനെയാണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തപോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ല. പക്ഷേ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടിയിരുന്നു. എസ് ബൈ എൻ അല്ലെങ്കിൽ സിഗ്മ എക്സ് ബൈ എൻ യൂസ് ചെയ്യേണ്ടിയിരുന്നു അല്ലേ. ഇവിടെ പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് മാക്സിമം ഡാറ്റകളിലെ മോഡ്. പക്ഷെ ഒരു 50, 60 അല്ലെങ്കിൽ 100 സെറ്റ് ഓഫ് ഡാറ്റയൊക്കെ ഉണ്ടെങ്കിൽ, 100 വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല മോഡ് ഏതാണ് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് നോക്കിയാലൊന്നും മനസ്സിലാവില്ല. അത്തരം കൂടുതൽ വാല്യൂസ് ഉള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇത്തരം ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇതില് m ഈസ് ഈക്വൽ ടു L1. ഈ L1ൽ 1 ആക്ച്വലി സബ്സ്ക്രിപ്റ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഇവിടെ എഴുതാൻ പറ്റിയില്ല. അപ്പം L1 പ്ലസ് Fm മൈനസ് ആണ് F1 ഡിവൈഡഡ് ബൈ 2 Fm മൈനസ് F1 മൈനസ് F2 ഇൻറ്റു I. എന്താണ് ഈ സംഭവങ്ങളൊക്കെ? L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മോഡ് ക്ലാസ് ആണ്. അപ്പൊ എന്താ മോഡ് ക്ലാസ് എന്ന് പറയാം? Fm എന്ന് പറഞ്ഞാൽ മോഡ് ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഓഫ് ദ മോഡ് ക്ലാസ്. F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിങ് മോഡ് ക്ലാസ്. മോഡ് ക്ലാസ് ഏതാണോ അതിന്റെ തൊട്ട് മുമ്പുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ്. ഇനി ഫ്രീക്വൻസി ഓഫ് സക്സീഡിങ് മോഡ് ക്ലാസ്, I width ഓഫ് ദ ക്ലാസ് ഇന്റർവൽ. കൂടുതൽ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ്. ഇതാണ് ഒരു സെറ്റ് ഓഫ് ഡാറ്റ. അപ്പൊ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു, കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് എഴുതാറുള്ളത് അല്ലേ.
ക്ലാസ് ആയിട്ട് എഴുതാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ 55 സ്റ്റുഡൻസിന്റെ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നോക്കിയാൽ ഏത് വാല്യൂ ആണ് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 40, 50 ഇടയിൽ ഉള്ള കുട്ടികൾ 5 പേരുണ്ട്. ഓക്കെ, 50-നും 60-നും ഇടയിലുള്ള കുട്ടികൾ 9 പേരുണ്ട്. 60, 70-നും ഇടയിലുള്ള കുട്ടികൾ 9 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയാ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലാസ് ഇന്റർവെൽ ഫ്രീക്വൻസി ടേബിൾ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം. മാക്സിമം ഫ്രീക്വൻസി ഏതാണ്? 15 ആണ് അല്ലേ? ഇതൊക്കെ ഫ്രീക്വൻസിയാണ് കൊടുത്തിരിക്കുന്നത്. 40 to 50 കിലോഗ്രാം കാണുന്നത് 5 പേരുണ്ട്. അതേപോലെ 110 to 120 കിലോഗ്രാം, ഭയങ്കര വെയിറ്റ് ആയി പോയല്ലേ. ഇത്രയൊക്കെ വെയിറ്റ് കുട്ടികൾക്ക് ഉണ്ടാവുമോ? എന്തായാലും പോട്ടെ, നമുക്ക് എങ്ങനെ ഡാറ്റ കിട്ടിയിരിക്കുന്നത്? 2 പേരേ ഉള്ളൂ ഭാഗ്യത്തിന്. എനിവേ, കൂടുതൽ പേർക്കും 70-80-നിടയിലാണ് വെയിറ്റ് അല്ലേ? അപ്പം മാക്സിമം ഫ്രീക്വൻസി ഏതാണ്? 15 ആണ്. ഏറ്റവും കൂടുതലായിട്ട് ഫ്രീക്വന്റ് ചെയ്യപ്പെടുന്ന വെയിറ്റ് എത്ര? 70-നും 80-നും ഇടയിലാണ്. അങ്ങനെ 15 പേരുണ്ട്. സോ മാക്സിമം ഫ്രീക്വൻസി ഈസ് 15. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, 70-നും 80-നും ഇടയിലുള്ള കിലോഗ്രാം അല്ലെങ്കിൽ വെയിറ്റ് ആണ് മോഡായിട്ട് ഉള്ളത്. പക്ഷെ ഏതാ നമുക്കറിയില്ല. 70 ആണോ, 71 ആണോ, 72 ആണോ, 73 ആണോ എന്നൊന്നും നമുക്കറിയില്ല. സോ ഈ ക്ലാസ്സിനെ നമുക്ക് തൽക്കാലം മോഡ് ക്ലാസ് ആയിട്ട് പരിഗണിക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് മോഡ് കിടക്കുന്നത്. സോ ദിസ് ക്ലാസ് ഈസ് കോൾഡ് മോഡ് ക്ലാസ്. സോ മോഡ് ക്ലാസ് ഈസ് 70 to 80. ഇനി L1 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. L1 ഈസ് ദ lower limit of the mod class. Okay, L1 is the lower limit of the mod class. Lower limit of the mod class. ഇനി FM എന്തായിരുന്നു? FM ഫ്രീക്വൻസി ഓഫ് ദ മോഡ് ക്ലാസ്. മോഡ് ക്ലാസ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 15 ടൈംസ്. ഇതാ മോഡ് ക്ലാസ് 15 ടൈംസ്. അപ്പം FM ഈസ് ഈക്വൽ ടു 15. F1, F2 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിരുന്നു. ഫ്രീക്വൻസി ഓഫ് പ്രിസീഡിങ് മോഡ് ക്ലാസ്, അല്ലെങ്കിൽ മോഡ് ക്ലാസിന്റെ തൊട്ട് മുമ്പുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ് F1 എന്ന് വിളിക്കുന്നത്. മോഡ് ക്ലാസ്സിന് തൊട്ട് ശേഷമുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ് F2 എന്ന് വിളിക്കുന്നത്. സോ F1 ഈസ് ഈക്വൽ ടു 9, F2 ഈസ് ഈക്വൽ ടു 8, FM ഈസ് ഈക്വൽ ടു 15. അപ്പൊ നമുക്ക് ഇനി I എന്താ നോക്കാം. I എന്തായിരുന്നു ഇവിടെ എഴുതിയാ നോക്കാം. width of the class interval. 40-50-നിടയിലുള്ള width എത്ര? 10 ആണ്. സോ I is equal to 10. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. M is equal to L1 plus FM minus F1 divided by 2FM minus F1 minus F2 into I. ഈക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈക്വേഷൻ. ഈ ഈക്വേഷനാണ്. ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 74.61 ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, 70-നും 80-നും ഇടയിലാണ് മോഡ് കിടക്കുന്നത്. ഏതിനാണ് കൂടുതൽ റിപ്പീറ്റേഷൻ ഉള്ളത്, കൂടുതൽ ആൾക്കാരുള്ളത് എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ കണ്ടെത്തി 74.61 വെയിറ്റ് ഉള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ക്ലാസ് റൂമിലുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് മോഡ് കണ്ടുപിടിക്കുന്ന രീതി. ഇനി ബൈ മോഡൽ, മൾട്ടി മോഡൽ ഒക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് പഠിക്കണമെന്നില്ല. ഇപ്പൊ യൂണി മോഡലാണ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. മോഡ് ഈസിലി അല്ലെങ്കിൽ റെഡിലി കോംപ്രഹെൻസിബിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ പണ്ട് ആവറേജിന്റെ കാര്യം പറഞ്ഞിരുന്നു. 50 കുട്ടികളുടെ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് 49 പേർക്ക് ഏകദേശം ഒരേ ഹൈറ്റ് ആണെങ്കിൽ ആവറേജ് വാല്യൂവിൽ വലിയ ഡീവിയേഷൻ വരില്ല ആവറേജ് എടുക്കുമ്പോൾ. പക്ഷെ ഒരാൾക്ക് ഭയങ്കരമായ ഒരു 20 കിലോഗ്രാം അധികം വെയിറ്റ് ഉണ്ട് എല്ലാവരേക്കാൾ. എന്നാലും നമ്മൾ 50 പേരുടെ ആവറേജ് എടുക്കാൻ പറയുമ്പോൾ അയാൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. സോ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ചെറിയ എക്സ്ട്രീം വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നം വരും. ഇവിടെ പക്ഷേ എക്സ്ട്രീം വാല്യൂ ഉണ്ടെങ്കിലും മോഡ് എന്ന് പറഞ്ഞ സംഭവത്തെ അത് ബാധിക്കില്ല. ഇനി
In some cases it can be computed merely by inspection. ജസ്റ്റ് നോക്കിയാൽ തന്നെ ചില ഡാറ്റയുടെ മോഡ് നമുക്ക് മനസ്സിലാകും. ദെൻ ഗ്രാഫിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ഡാറ്റയും തന്നിട്ടില്ലെങ്കിലും മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബൈ മോഡൽ, മൾട്ടി മോഡൽ ഒക്കെ ആണെങ്കിൽ ഹെറ്ററോജിനിറ്റി ഓഫ് ദ പോപ്പുലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ബൈ മോഡൽ, മൾട്ടി മോഡൽ എന്തായിരുന്നു എന്ന് പറഞ്ഞത്, ഒരു പർട്ടിക്കുലർ ഡാറ്റ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ മാത്രമാണ് കൂടുതൽ ഫ്രീക്വൻറ്റ് ചെയ്യുന്നുള്ളതിൽ അത് യൂണി മോഡലാണ്. രണ്ട് വാല്യൂ കൂടുതലായിട്ട് ഫ്രീക്വൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബൈ മോഡലാണ്. അതിൽ കൂടുതൽ വാല്യൂസ് കൂടുതലായിട്ട് ഫ്രീക്വൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൾട്ടി മോഡലാണ്. അപ്പോൾ ബൈ മോഡലും മൾട്ടി മോഡലും ഒക്കെയുള്ള ഡാറ്റ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സെറ്റ് ഓഫ് ഡാറ്റ വളരെ ഡൈവേഴ്സിറ്റി ഉള്ളതാണ്, ഹെറ്ററോജിനിറ്റി ഉള്ളതാണ് എന്നാണ് അർത്ഥം. ഇനി ഡീമെറിറ്റ്സ് ഓഫ് മോഡ്. ഫ്യൂച്ചർ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷന് യൂസ് ചെയ്യാൻ മോഡ് ഉപയോഗിക്കാറില്ല. കാരണം മോഡ് ഈസ് ജസ്റ്റ് ദ മിഡിൽ വാല്യൂ. പിന്നെ ബൈ മോഡൽ ഓർ മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷന് മോഡ് കണ്ടുപിടിക്കാമെങ്കിലും അത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് അല്ലെങ്കിൽ ഒരു വാല്യൂ നമുക്ക് കിട്ടില്ല. കാരണം ബൈ മോഡൽ ആൻഡ് മൾട്ടി മോഡൽ ആകുമ്പോൾ ഹെറ്ററോജീനിറ്റി കൂടുതലായിരിക്കും, അതിൽ മോഡിന് വലിയ പ്രസക്തിയില്ല. Then these values less dependable as all observation in a series do not have any influence of the value. അപ്പം ഈ മോഡ് എന്ന് പറഞ്ഞ ഈ വാല്യൂവിന് കാര്യമായ ഒരു പ്രസക്തി ഇല്ലാതിരിക്കാൻ കാരണം എല്ലാ ഒബ്സർവേഷനും ഡു നോട്ട് ഹാവ് എനി ഇൻഫ്ലുവൻസ് ഓൺ ദ വാല്യൂ. നമ്മുടെ മോഡിൻ്റെ വാല്യൂമായിട്ട് വലിയ ഒരു ബന്ധം അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടായിരിക്കില്ല. ദെൻ ill-defined. It is not always possible to find clearly defined mode. നമ്മൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായി കാണും. മോഡ് ഈസ് ജസ്റ്റ് എ മിഡിൽ വാല്യൂ. അതിന് വലിയൊരു പ്രസക്തിയൊന്നും സ്റ്റാറ്റിസ്റ്റിക്സിലില്ല. അതുകൊണ്ട് അതിപ്പോഴും ഒരു വളരെ അവ്യക്തമായ രീതിയിലുള്ള ഒരു സെൻട്രൽ ടെൻഡൻസി ആയിട്ട് മാത്രം പരിഗണിക്കപ്പെടുന്ന ഒന്നാണ്. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് അപ്പോൺ ഓൾ ഒബ്സർവേഷൻ. ടോട്ടൽ വാല്യൂസിൻ്റെ ആവറേജ് എടുക്കുന്നത് പോലെയൊന്നും ഇതിൽ നമ്മൾ എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടല്ല എടുക്കുന്നത്. ജസ്റ്റ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന വേരിയബിളിൻ്റെ വാല്യൂസ് മോഡാണെന്ന് പറയുന്നു. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ്സ് ഓൾ. ഒരു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഏത് ഹൈറ്റാണ്, ഏറ്റവും കൂടുതൽ പേർക്കുള്ള ഹൈറ്റ് ഏത് ഹൈറ്റാണ് എന്നൊക്കെ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മോഡ് ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. So this is about mode. Dear students, നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. രണ്ട് കാര്യങ്ങൾ അതിൽ സംസാരിച്ചു, അരിത്മെറ്റിക് മീനും മോഡും. നമുക്ക് ഇന്നത്തതിൽ മൂന്നാമത്തെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് പറയാനുള്ളത്. അതിൻ്റെ പേര് മീഡിയൻ എന്നാണ്. ഇപ്പൊ എല്ലാത്തിലും സെന്റർ എന്ന് പറഞ്ഞ ഒരു മീനിങ് വരുന്നുണ്ട്. അത് മീൻ ആയാലും, അതായത് ആവറേജ്, പിന്നെ മോഡ് ആയാലും പൊസിഷണൽ ആവറേജ് അല്ലെങ്കിൽ മിഡിൽ പൊസിഷൻ, ഇനി മീഡിയൻ ആയാലും എല്ലാത്തിലും ഒരു മിഡിൽ, സെന്റർ എന്ന് പറഞ്ഞ ഒരു മീനിങ് വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വിളിക്കുന്നത്. മീൻ, മോഡ്, മീഡിയൻ എന്നിവ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വാല്യൂവിൽ അതിൻ്റെ വാല്യൂവിൻ്റെയോ, അതായത് സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷൻ അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷനുള്ള വാല്യൂ എന്ത് തന്നെയായാലും സെന്ററിനെയാണ് നമ്മൾ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ സെൻട്രൽ ടെൻഡൻസിയാണ്, സെൻട്രൽ ടെൻഡൻസി അളക്കാനുള്ള മൂന്നാമത്തെ വഴിയാണ് മീഡിയൻ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. വാല്യൂ ഓഫ് ദാറ്റ് വേരിയബിൾ which divides the total frequency into two equal parts. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു വേരിയബിൾ എത്ര പ്രാവശ്യം ഫ്രീക്വന്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സെറ്റ് ഓഫ് വാല്യൂവിനെയാണ് നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അതിനെ രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓഫ് ദാറ്റ് വേരിയബിൾ
which divides the total frequency into two equal halves. അതായത് ഈ സെന്ററിലുള്ള വാല്യൂവിൽ നിന്നും ഇടത്തോട്ട് ഒരു സെറ്റും വലത്തോട്ട് ഒരു സെറ്റും കിട്ടും ഈക്വൽ ആയിട്ട്. അപ്പൊ സെന്ററിൽ നിൽക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ മീഡിയൻ കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മൾ സെറ്റ് ഓഫ് വാല്യൂസിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പം ഹാഫ് ഓഫ് ദ വാല്യൂ വിൽ ബി ബിലോ ദ മീഡിയൻ ആൻഡ് ഹാഫ് ഓഫ് ദ വാല്യൂ വിൽ ബി അബവ് ദ മീഡിയൻ. ഇനി ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 3, 5, 7 എന്നിവയൊക്കെ ആണെങ്കിൽ അതിന് തീർച്ചയായിട്ടും നടുവിൽ ഒരു വാല്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കും. അതായത് 5 നമ്പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ നമുക്കുണ്ടെങ്കിൽ 2 എണ്ണം താഴെയും 2 എണ്ണം മേലും, ഒന്ന് നടുവിൽ നിൽക്കും. അപ്പൊ നടുവിൽ നിൽക്കുന്നതാണ്, അതായത് മൂന്നാമത്തെ വാല്യൂ ആയിരിക്കും മീഡിയൻ എന്ന് വിളിക്കുന്നത്. ഇനി 7 വാല്യൂസ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അത് അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയതിനു ശേഷം ആദ്യത്തെ 3 എണ്ണം കഴിഞ്ഞ് 4-മത്തതായിരിക്കും നടുവിൽ നിൽക്കുന്നത്, കാരണം പിന്നെ ഒരു 3 എണ്ണം ഉണ്ട്. അപ്പം ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് മീഡിയൻ കണ്ടെത്താൻ ഒരു പണിയുമില്ല. പക്ഷെ ഈവൺ നമ്പർ ആണെങ്കിലോ അതായത് 8 വാല്യൂസ് നമുക്കുണ്ടെങ്കിൽ 4 ആദ്യത്തെ 4 പിന്നത്തെ 4, അപ്പൊ നടുവിൽ ആരുമില്ല. അപ്പൊ 4-മത്തെയും 5-മത്തെയും വാല്യൂവിന്റെ ആവറേജ് അല്ലെങ്കിൽ 4-മത്തെയും 5-മത്തെയും വാല്യൂ പ്ലസ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കാൽക്കുലേഷനിലേക്ക് വെക്കാം. മിഡിൽ വാല്യൂ ഫോർ അൺഗ്രൂപ്ഡ് ഡാറ്റ. ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ മീൻ കണ്ടെത്താൻ നമുക്ക് പ്രത്യേകം ഇക്വേഷൻ ആവുന്ന ആവശ്യമില്ലെങ്കിലും നമ്മൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ എഴുതണം. n+1. n എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. അതായത് ടോട്ടൽ 5 വാല്യൂസ് ഉണ്ടെങ്കിൽ 5 + 1, അതായത് 6 കിട്ടും, ഡിവൈഡഡ് ബൈ 2. അപ്പം തേർഡ് വാല്യൂ n+1/2th വാല്യൂ എന്ന് പറഞ്ഞാൽ 6, അല്ലെങ്കിൽ ഇവിടെ ഓഡ് നമ്പർ അല്ലേ, 5 നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ അതിന് തേർഡ് ഐറ്റം ആയിരിക്കും. അതായത് 5 + 1 ഡിവൈഡഡ് ബൈ 2, 6/2, അതായത് തേർഡ് ഐറ്റം. അപ്പൊ ഇനി ഈവൺ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു n/2th വാല്യൂ, അതായത് 6 വാല്യൂസ് ഉണ്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നതെങ്കിൽ, 6 വാല്യൂസ് ആണ് നമ്മുടെ പ്രോബ്ലം എങ്കിൽ തേർഡ് വാല്യൂ n/2 എന്ന് പറഞ്ഞാൽ 6/2, തേർഡ് വാല്യൂ പ്ലസ് n/2 + 1, അതായത് 4th വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ 6 വാല്യൂസ് ആണ് നമുക്ക് ഉള്ളത് മീഡിയൻ കണ്ടുപിടിക്കാനെങ്കിൽ അത് തേർഡ് പ്ലസ് 4th വാല്യൂ ഡിവൈഡഡ് ബൈ 2, അതാണ് മീഡിയൻ. പിന്നെ എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും. ഇതൊക്കെ സിമ്പിൾ ആണ്, പക്ഷെ എക്സാമിന് നന്നായിട്ട് ചോദിക്കും, പ്രാക്ടിക്കലിനും ചോദിക്കും. എക്സാമ്പിൾ 1 ആണ് നമ്മൾ ഉദ്ദേശിച്ചത്, ഇവിടെ 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ ഒബ്റ്റെയിൻഡ് ബൈ മെഷറിംഗ് ദ വെയിറ്റ് ഓഫ് എർത്ത് വേംസ്. ഇത് കുറെ എർത്ത് വേംസിന്റെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിലാക്കണം. അപ്പൊ നമ്മൾ ഇവിടെ അസെൻഡിങ് ഓർഡറിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. 9, 10, 10, 11, 11, 12, 12, 12. ഒരേ സംഭവം കൂടുതൽ പ്രാവശ്യം ഫ്രീക്വന്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി എത്ര? 15 വാല്യൂ ഉണ്ട്, എണ്ണി നോക്കണം. ലാസ്റ്റ് വാല്യൂ എടുത്തതല്ല കേട്ടോ, അത് കോയിൻസിഡന്റലി അങ്ങനെ വന്നതാണ്. എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് 10 = 15. അപ്പൊ മീഡിയൻ എന്തായിരുന്നു? n+1/2th വാല്യൂ ആണ്. n+1 എന്ന് പറഞ്ഞാൽ 15 + 1 16, 16/2 എത്ര? 8. 8-മത്തെ വാല്യൂ ഒന്ന് നോക്ക്. 1, 2, 3, 4, 5, 6, 7, 8. This is the 8th value. So 8th value is the median here. This is the case of odd number of observation. So let's see the even number of observation. ഈവൺ നമ്പർ ഓഫ് ഒബ്സർവേഷന്റെ പ്രത്യേകത എന്താ? അതിന് മിഡിൽ വാല്യൂ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് കുറച്ച് വേറൊരു ഇക്വേഷൻ ആണ് വരിക. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗാർഡൻ പ്ലാന്റ്സിന്റെ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആണ്. 8 നമ്പർ ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അതില് ഒന്നില് 20 ഫ്ലവേഴ്സ്, രണ്ടാമത്തേതിൽ 17 ഫ്ലവേഴ്സ്, എന്താവട്ടെ. അതിനെ നമ്മൾ അവിടെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇവിടെ ഇപ്പം അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് 8
പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ 8 ഈസ് ദ n. മീഡിയൻ നോക്കുക, n/2th വാല്യൂ, n/2 എന്ന് പറഞ്ഞാൽ 8/2. ഫോർത്ത് വാല്യൂ എത്ര? 20 പ്ലസ് n/2 പ്ലസ് 1th വാല്യൂ n8 പ്ലസ് 1 by 2 4 plus 1 5. Fifth value 1 2 3 4 5 21. So 20 plus 21 അതാണിത് divided by 2. അപ്പോൾ 41/2 20.5. 20.5 will be the median in the case of this data. നമുക്ക് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവില്ലേ? 16 17 18 20 4 21 23 25 26 4. അതിന്റെ നടുവിൽ നിൽക്കാൻ യോഗ്യത ഉള്ളത് ഇതിന്റെയും ആവറേജ് ആയിരിക്കും. അപ്പൊ അങ്ങനെയും ചെയ്യാം. പക്ഷെ നമ്മളൊരു ഒബ്സർവേഷൻ ഒക്കെ ആകുമ്പോൾ ഒരു എന്താ പറയാ, ഒരു ഇക്വേഷൻ ഒക്കെ വേണം. അപ്പൊ എക്സാമിനൊക്കെ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് തന്നെ എഴുതണം. n/2th വാല്യൂ പ്ലസ് n/2 പ്ലസ് 1th വാല്യൂ divided by 2. Okay, that is the case of even number of observation. ഇനി മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. മെറിറ്റ്സ് calculated easily, located easily, then calculated simply just by watching, then does not get affected by extreme values. പണ്ട് നമ്മൾ മീനൊക്കെ എടുക്കുമ്പം ഒരാൾക്ക് മാത്രം എക്സ്ട്രീം വാല്യൂ ആണെങ്കിൽ ഒക്കെ അഫക്റ്റ് ചെയ്യും. ഇവിടെ ഒന്നും പ്രശ്നമില്ല. Size cannot be changed by adding few more items. Then can be used in quantitative measurements. It can be determined graphically. In some cases, median gives better result than mean. ചില കേസുകളിൽ മാത്രം. Then demerits affected much more by fluctuations of sampling than arithmetic mean. Arithmetic mean ആകുമ്പോൾ സാമ്പിളിംഗുള്ള ഫ്ലക്ച്വേഷൻ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ അഫക്റ്റ് ചെയ്യും. Then median cannot be used for further algebraic treatment. വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇമ്പോർട്ടൻസ് ഇതിനില്ല. Then it may not be represented in the actual data. Then if the number of series is even, we can only make it estimate. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈവൺ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണുള്ളെങ്കിൽ അതിന്റെ രണ്ടിന്റെയും നടുവിലുള്ള രണ്ടെണ്ണത്തിന്റെയും ആവറേജ് എടുക്കാനേ പറ്റും. അതാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്, ഒരു കണക്കാക്കൽ. Then median does not represent the measure of such series of which different values are wide apart from each other. അപ്പം median does not represent the measure of such series of which different values are wide apart from each other. നമുക്ക് ചെറിയ എക്സാമ്പിൾസിൽ ഇതിൽ നമുക്ക് വൈഡ് അപ്പാർട്ട് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓൾമോസ്റ്റ് ഇക്വലന്റ് നമ്പേഴ്സ് ആണ്, അടുത്തടുത്തിരിക്കുന്ന വാല്യൂസ് ആണ്. വലിയ ഡിഫറൻസ് ഉള്ള വാല്യൂസ് ഒക്കെ ആണെങ്കിൽ മീഡിയൻ വലിയൊരു റെലവൻസ് ഒന്നും ഉണ്ടാവില്ല.